സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിൽ തീരുമാനമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണും. വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 10 മുതൽ 20 പൈസ വരെ കൂട്ടാനാണ് തീരുമാനം. അതേസമയം സമ്മർ താരിഫ് വേണമെന്ന KSEBയുടെ ആവശ്യം അംഗീകരിക്കാൻ സാധ്യതയില്ല. രജീഷ് നരിക്കുനുണ്ട് വിശദാംശങ്ങളുമായി. രജീഷ്, ഇന്ന് വൈദ്യുതി നിരക്ക് കൂട്ടുന്നതിൽ ഇന്നൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ? മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഇന്ന് തന്നെ അതിലൊരു പ്രഖ്യാപനം ഉണ്ടാകാനാണോ സാധ്യത? നിത, ഈ KSEBയുടെ വൈദ്യുതി നിരക്ക് സംബന്ധിച്ച ഇന്ന് അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏകദേശം 30% അല്ലെങ്കിൽ യൂണിറ്റ് 30 പൈസയുടെ വർധനവ് വേണമെന്ന ഒരു ആവശ്യമാണ് KSEB ഇതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ റെഗുലേറ്ററി കമ്മീഷൻ 10% മുതൽ 20% വരെ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ 10 യൂണിറ്റ് 10 പൈസ മുതൽ 10 പൈസ അല്ലെങ്കിൽ 20 പൈസ, ഇങ്ങനെ ഒരു വർധനവാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാരിലേക്ക് മുമ്പിലേക്ക് വെക്കാൻ പോകുന്നത്. പക്ഷേ ഇതിൽ എത്രത്തോളം സർക്കാർ അംഗീകരിക്കും, അല്ലെങ്കിൽ എത്രത്തോളമായിരിക്കും സർക്കാർ ഈ വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിലെ കണക്കനുസരിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ 13,000 കോടി രൂപയ്ക്കാണ് പ്രതിവർഷം KSEB പുറത്തുനിന്നും വൈദ്യുതി വാങ്ങുന്നത്. അതായത് ഇപ്പോൾ സംസ്ഥാനത്ത് ലഭിക്കുന്ന KSEBക്ക് ലഭിക്കുന്ന വരുമാനത്തിൻ്റെ 68% ഇത്തരത്തിൽ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് KSEB ഉപയോഗിക്കുന്നത്. ഇപ്പോഴുള്ള പുതിയ വർധനവ്, അതായത് 10% വർധനവിലേക്ക് കടക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂണിറ്റിൻ്റെ സാധാരണക്കാരൻ ഒരു വീട്ടിൽ 700 രൂപയാണ് വൈദ്യുതി ബില്ലാകുമെങ്കിൽ 60 രൂപയുടെ കൂടി 760 രൂപ ബില്ലാവുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. ഇനി 20% വർധനവ്, അല്ലെങ്കിൽ 20 പൈസയുടെ വർധനവാണ് യൂണിറ്റിന് വയ്ക്കുന്നതെങ്കിൽ അതിൽ പിന്നീട് വർധനവുണ്ടാകും. അതായത് 120 രൂപയുടെ വർധനവുണ്ടായി 820 രൂപയിലേക്ക് ഉള്ള ഒരു വർധനവിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും. അതായത് 700 രൂപയാണ് ഒരു ബേസിക് പേയ്മെൻറ്റ് ഇപ്പോൾ, അല്ലെങ്കിൽ ബേസിക് ബില്ല് നമ്മൾ അടയ്ക്കുന്നെങ്കിൽ 10% വർധനെങ്കിൽ 60 രൂപ കൂടി കൂടുമെന്നാണ് KSEBയുടെ അധികൃതർ ഇതുമായി ബന്ധപ്പെട്ട് വിലയിരുത്തുന്നത്. ഇനി എത്രത്തോളമാണ് സർക്കാർ ഇതിന് അംഗീകാരം നൽകാൻ പോകുന്നതെന്നാണ് എല്ലാവരും നോക്കുന്നത്. എന്തായാലും KSEBക്ക് നിലവിൽ 30 പൈസ, യൂണിറ്റ് 30 പൈസ വർധനവ് വേണമെന്ന് അവർ ആവശ്യപ്പെടുമ്പോൾ അതിലൊരു സാങ്കേതിക പ്രശ്നം കൂടി ചൂണ്ടിക്കാണിക്കട്ടെ. കാരണം അത്തരം പൈസ ഉടൻ തന്നെ സർക്കാർ ഒരു തരത്തിലും അംഗീകരിക്കാൻ പോകുന്നില്ല. അതിനപ്പുറത്തേക്ക് എത്രത്തോളം സർക്കാർ ഉയർത്താൻ കഴിയും? കാരണം നേരത്തെ തന്നെ തത്വത്തിൽ ഇത്തരത്തിൽ KSEBയുടെ വൈദ്യുതി നിരക്ക് ഉയർത്തുന്ന കാര്യത്തിൽ തത്വത്തിൽ നേരത്തെ തന്നെ ധാരണയായിരുന്നു. കാരണം പ്രതിസന്ധിയുണ്ട്, വൈദ്യുതി പ്രതിസന്ധിയുണ്ട്. വലിയ തുക കൊടുത്താണ് ഇപ്പോൾ പുറത്തുനിന്നും കേരളത്തിലേക്ക് വൈദ്യുതി വാങ്ങുന്നത്. ഈ പവർ കട്ട് പൂർണ്ണമായും ഒഴിവാക്കി 24 മണിക്കൂർ വൈദ്യുതി ലഭിക്കുന്ന സംസ്ഥാനമായി എപ്പോഴും നിൽക്കുന്ന കേരളത്തിൽ ഇപ്പോൾ ഓൺലൈനായി ഈ ലേലത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് അധിക പണം നൽകിയാണ് കേരളത്തിലേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വൈദ്യുതി വില വർധനവ് എന്തായാലും അനിവാര്യമാണ്. പക്ഷേ എത്രത്തോളമായിരിക്കും സർക്കാർ, അല്ലെങ്കിൽ എത്ര പൈസയുടെ വർധനവിനാണ് സർക്കാർ അംഗീകാരം നൽകാൻ പോകുന്നതെന്നാണ് ഇനി നോക്കിക്കാണുന്നത്. കാരണം ഇനി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. അതിനൊക്കെ മുമ്പ് വലിയ രീതിയിലൊരു വർധനവ് വന്നാൽ അതൊരു തിരിച്ചടിയാകുമെന്ന ഒരു വിലയിരുത്തൽ സർക്കാരിനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പൈസയുടെ ഒരു വർധനവിലേക്കായിരിക്കും ഒരു പക്ഷേ സർക്കാർ കടക്കാൻ സാധ്യതയുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ യൂണിറ്റിന് 10 പൈസ എന്ന ഒരു വില വർധനവിലേക്ക് കടക്കാനായിരിക്കും സാധ്യത. ഒപ്പം തന്നെ നേരത്തെ തന്നെ KSEB മുന്നോട്ട് വെച്ചൊരു കാര്യമുണ്ട്. ഈ സമ്മർ ഈ യൂണിറ്റ് പൈസ വർധനവ്, അതായത് സമ്മർ കാലത്ത് യൂണിറ്റിനുള്ള വില വർധനവ് നടപ്പിലാക്കണമെന്ന ആവശ്യവുമുണ്ട്. അതും യൂണിറ്റ് 10 പൈസ വെച്ച് വർദ്ധിപ്പിക്കണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ അതിന് സർക്കാർ അംഗീകാരം നൽകാനുള്ള സാധ്യത കുറവാണ്. അത് പൂർണ്ണമായും തള്ളിക്കളയാനായിരിക്കും സാധ്യത. പകരം ഇപ്പോഴുള്ള നേരത്തെ നൽകിയ പ്രപ്പോസൽ പ്രകാരം ഒരു 10% ഒരു വർധനവിലേക്കൊക്കെ പക്ഷേ സർക്കാർ കടക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ അന്തിമ തീരുമാനം ഇന്ന് ഉണ്ടാകും. റെഗുലേറ്ററി കമ്മീഷൻ അംഗങ്ങൾ ഇന്ന് മുഖ്യമന്ത്രിയെ കാണുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഈ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന, അല്ലെങ്കിൽ വൈദ്യുതി പ്രതിസന്ധി പൂർണ്ണമായും ഒഴിവാക്കാനായി ഇത്തരത്തിൽ വില വർധനവ് നടപ്പിലാക്കിയേ തീരുള്ളൂ എന്ന കർശന നിബന്ധനയിൽ തന്നെയാണ് KSEB ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ കഴിഞ്ഞ ദിവസം നടക്കുകയും ചെയ്തിരുന്നു. എന്തായാലും യൂണിറ്റിന് എത്ര പൈസയുടെ വില വർധനവാണ് ഉണ്ടാകാൻ പോകുന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പീക്ക് സമയം എന്ന് പറഞ്ഞാൽ 6 മണി മുതൽ 10 മണി വരെയുള്ള സമയത്തൊക്കെ വലിയ രീതിയിലുള്ള പണം നൽകി തന്നെയാണ് KSEB സംസ്ഥാനത്തേക്ക് വൈദ്യുതി എത്തിക്കുന്നത്. 3.5 മുതൽ 7 രൂപ വരെയാണ് യൂണിറ്റിന് പല സ്ഥലത്തും ഇത്തരത്തിൽ വൈദ്യുതി വാങ്ങുന്നതിന് സാധാരണ സമയങ്ങളിൽ KSEB നൽകുന്നത്. ഈ പീക്ക് ടൈമിൽ അത് ഉയർന്ന നിരക്കിൽ, അതിനേക്കാൾ ഉയർന്ന നിരക്കിൽ തന്നെയാണ് KSEB പണം വാങ്ങുകയും ചെയ്യുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, അതായത് ഈ വേനൽക്കാലം കൂടിയൊക്കെ ഇനി വരാൻ പോവുകയാണ്. ഇപ്പോൾ മഴക്കാലം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനിയൊരു പക്ഷേ വൈദ്യുതി ഉപയോഗം കൂടുതൽ ആവശ്യമുള്ള ഈ വൈകിട്ട് 6 മണി മുതൽ 10 മണിയുടെ സമയത്ത് കൂടുതൽ പണം കൊടുത്ത് വൈദ്യുതി വാങ്ങേണ്ട ഒരു സാഹചര്യത്തിലേക്ക് KSEB എത്തും. അത് കൂടുതൽ നഷ്ടത്തിലേക്ക് KSEB എത്തുമെന്നാണ് വിലയിരുത്തൽ. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിലവർധനവിന് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനാണ് റെഗുലേറ്ററി കമ്മീഷനുമായി ചർച്ച നടത്തി അന്തിമ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. 500 യൂണിറ്റ് വരെ സാധാരണ നിരക്കിൽ തന്നെയാണ് വൈദ്യുതി വിതരണം ചെയ്യുക. അതിന് മുകളിലേക്ക് വരുമ്പോൾ ഒരു പക്ഷേ
കൂടുതൽ തുക യൂണിറ്റിന് നമുക്ക് ഈടാക്കേണ്ടി വരും. സാധാരണ ഒരു വീട്ടിലേക്കൊക്കെ 500 യൂണിറ്റ് എന്ന് പറയുന്ന ഒരു 200-300 യൂണിറ്റ് ഒക്കെയാണ് സാധാരണ ഒരു വീട്ടിലേക്കൊക്കെ ആവശ്യം വരിക. പക്ഷേ അതിൽ കൂടുതൽ വരുമ്പോൾ ഈ 500 യൂണിറ്റിലേക്ക് മുകളിലേക്ക് വരുമ്പോൾ കൂടുതൽ പണം അല്ലെങ്കിൽ താരിഫ് ഇതുമായി ബന്ധപ്പെട്ട് നൽകേണ്ടി വരും. എന്തായാലും 700 രൂപ വരുന്ന ഒരു വീട്ടുകാരന് 60 രൂപയുടെ ഈ 10% വർധനമെങ്കിൽ 60 രൂപയുടെ കൂടി 760 രൂപ ബില്ലിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് 10% യൂണിറ്റിന് വർധനവ് വരുത്തുകയാണെങ്കിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം മുഖ്യമന്ത്രിയുമായി നടത്തുന്ന ചർച്ചയിൽ ഇന്നുണ്ടാകും. എന്തായാലും സമ്മർ യൂണിറ്റ് വർധനവ് സംബന്ധിച്ച കാര്യം സർക്കാർ അംഗീകരിക്കാൻ സാധ്യതയില്ല. ഇനി എത്ര രൂപയുടെ അല്ലെങ്കിൽ യൂണിറ്റിന് എത്ര പൈസയുടെ വർധനവിലേക്കാണ് സർക്കാരിന് അംഗീകാരം നൽകാൻ പോകുന്നതെന്നാണ് നോക്കുന്നത്. നിത, പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.